ഹലോ ഗായ്സ്, വെൽക്കം ടു ഫ്രോഗൈ സ്റ്റുഡിയോസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലെസൺ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്കൂൾ ബോയ്, ഒരു ബോയുടെ ഫേസ് എങ്ങനെ വരയ്ക്കാം, എങ്ങനെ അത് കളർ ചെയ്യാം, അതിനെക്കുറിച്ചാണ്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്ന, അതായത് ഞാൻ ഡെയിലി എൻ്റെ ഡിജിറ്റൽ പെയിൻറ്റിനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് 1 by Wacom എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. അത് വാക്കത്തിൻ്റെ പ്രൊഡക്റ്റാണ്. 1 by Wacom എന്നാണ് അതിൻ്റെ പേര്. സോ ആ പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിവ്യൂസ് നല്ലൊരു റിവ്യൂ ആണ്. ഞാനത് വാക്കത്തിനെ കുറിച്ചും അല്ലെങ്കിൽ അത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റാണ്, എല്ലാവരും വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ലെസണിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മുടെ ബോയുടെ ഹെഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് ഒരു സർക്കിൾ ആദ്യമായിട്ട് വരച്ചിട്ട്, സർക്കിളിൽ നിന്നാണ് സാധാരണ നമ്മൾ ഒരു ഫേസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഹെഡിൻ്റെ പൊസിഷൻ നമ്മൾ അത് സെറ്റ് ചെയ്ത് സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചിഹ്ന കാര്യങ്ങളൊക്കെ വരച്ചു തുടങ്ങും. സാധാരണ ഡ്രോയിങ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ അവർക്ക് ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ അനാട്ടമിയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷേ എനിക്ക് ഉള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളത് വരയ്ക്കുന്നത്. എങ്ങനെ ഒരു ഫേസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് കറക്റ്റ് പ്രിൻസിപ്പിളും കാരണം വെച്ച് നല്ല ഇത് വരയ്ക്കുന്നത്. സാധാരണ വരയ്ക്കുമ്പോൾ അതിൻ്റെ നോസ്, അതിൻ്റെ പ്ലേസ്മെൻറ്റ്, ലിപ്പിൻ്റെ പ്ലേസ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. സോ ഈ ഡ്രോയിങ് അങ്ങനെയായിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഐഡിയ വെച്ചിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഞാൻ ഈ ഫേസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഔട്ട്ലൈൻ നമുക്കൊന്ന് പെട്ടെന്ന് വരച്ച് തീർക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഒരു ബേസിക് ഐഡിയതിന് ശേഷം നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടിയതിന് ശേഷം ട്രാൻസ്ഫോം എടുത്ത് എഡിറ്റിൽ ട്രാൻസ്ഫോമിലേക്ക് ഒന്ന് ഫ്രെയിം അറേഞ്ച് ചെയ്തു. അതിനുശേഷം കുറച്ച് ഷേപ്പുകൾ നമുക്കിപ്പോൾ ആവശ്യമുള്ള ചില എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസങ്ങളോ നമുക്ക് വേണമെങ്കിൽ ടോട്ടലി ഒന്ന് ട്യൂണപ്പ് ചെയ്യണമെങ്കിൽ ഈ ട്രാൻസ്ലേറ്റിൽ നമുക്ക് വാർപ്പ് എന്നൊരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഓരോ മെഷ് പോലെ ഒരു സൈഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ അങ്ങനെ പെർസ്പെക്റ്റീവ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യാം. നമ്മൾ ഒപ്പാസിറ്റി നമ്മൾ തീരെ കുറച്ചിട്ടിട്ട് ഒരു ലെയറും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ നീറ്റായിട്ട് ഒന്നുകൂടെ വരയ്ക്കും. സോ അത് നമുക്ക് വേണ്ട കറക്ഷൻസ്, നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ, ഫേസിലെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ ലെയറിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ബേസിക്കായിട്ടുള്ള ഡ്രോയിങ് കഴിഞ്ഞു. സോ അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് ട്രാൻസ്ഫോമിലുമായിട്ട് വീണ്ടും ഒന്ന് ഫ്ലിപ്പ് ചെയ്തു. സോ ബേസിക്കലി കളറ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്യും. നമ്മൾ പോർട്രേറ്റ് എല്ലാം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് വേറൊരു ആംഗിൾ നമുക്കൊന്ന് കിട്ടും. സോ അതിൻ്റെ പ്രൊപ്പോർഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ മിറർ വ്യൂ എന്ന് പറയാറില്ലേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യും. സോ അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ബക്കറ്റിൽ നിന്ന് നമ്മൾ കളർ പിക്ക് ചെയ്തു. ഒരു യെല്ലോ ടോൺ നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു ടോൺ സെലക്ട് ചെയ്തു. അതിനുശേഷം സ്കിൻ ടോൺ എവിടേക്കാണോ വരേണ്ടത്, സ്കിന്നിൽ വരേണ്ടത് അവിടെ എല്ലാം സെയിം കളർ തന്നെ നമ്മുടെ ബ്രഷ് വെച്ച് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യും. സോ അതിന് ശ്രദ്ധിക്കണം, ഒപ്പാസിറ്റി 100 ആയിരിക്കണം. നിങ്ങളുടെ ബ്രഷിൻ്റെ ഒപ്പാസിറ്റി എല്ലാം 100 ആയിരിക്കണം. അത് സോൾഡ് കളറാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതൊരു പുതിയ ലെയർ തന്നെ ആയിരിക്കണം. സോ ലെയർ വൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഇപ്പോൾ അത് എന്തെങ്കിലും നമുക്ക് ഇറേസ് ചെയ്ത് കളയണമെന്ന് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പർട്ടിക്കുലർ കളർ മാത്രം ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫേസിലെ ടോൺ മാറി വേറൊരു ടോൺ വേണം നമുക്കൊന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ടോൺ മാറ്റും. സോ ആ പർട്ടിക്കുലർ ലെയർ മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുള്ളൂ. സോ അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലെയർ വൈസ് ആയിരിക്കണം, എല്ലാ ലെയറിലായിരിക്കണം, പല ലെയറിലായിരിക്കണം. നിങ്ങൾ കളേഴ്സ്, ഷെയ്ഡ്സ്, ഹൈലൈറ്റ്സ്, ഷാഡോസ് എല്ലാം നിങ്ങൾ ഫിക്സ് ചെയ്ത് തരാം. സോ നമുക്ക് അതിൻ്റെ ബേസിക് കളർ, ഫേസിൻ്റെ ബേസിക് കളർ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. സോ
ഫേസിൻ്റെ കളർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഫേസ്, ഇയേഴ്സ്, നെക്ക് ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്കിനി അടുത്ത് ഐയിലേക്ക് കിടക്കാം. സോ ഐയുടെ പോർഷൻ നമ്മളൊരു ഗ്രേ ഷെയ്ഡാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുക. സോ അതേ ലെയർ തന്നെ ഞാൻ ഗ്രേ ഷെയ്ഡിങ് കൊടുക്കുകയാണ്. സോ ഗ്രേ കളർ നമ്മളവിടെ ഫില്ല് ചെയ്തു. ഐയുടെ ഐബോളിൽ ഫുൾ ഗ്രേ കളർ ഫില്ല് ചെയ്യുക. സോ അതുപോലെ ഇപ്പുറത്തെ ഐയിലും കൊടുക്കുക. സോ ദെൻ നമ്മൾ അതിന് ശേഷം നമ്മൾ ഐബോളിൻ്റെ വൈറ്റ് ഏരിയയിൽ നമ്മൾ വൈറ്റ് കളേഴ്സ് ഫില്ല് ചെയ്യുക. സോ അതൊരു വേറെ ലെയർ ഞാൻ ആഡ് ചെയ്തിട്ട് അതിനൊരു വൈറ്റ് കളർ കൊടുത്തു. സോ നോർമലി നമ്മൾ വൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് ജെൽ പെയിൻ ടൈമിൽ പ്യുവർ വൈറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ അതിൻ്റെ ഒരു 5% ഡൗൺ ചെയ്തിട്ട് ഒരു പോർഷനാക്കി നമ്മൾ എടുക്കുക വൈറ്റ് കളേഴ്സിന്. ഡാർക്ക് ഏരിയ തന്നെ പ്യുവർ ഡാർക്ക് ഒരു ബ്ലാക്ക് ഏരിയയിലേക്ക് പോകത്തില്ല. അതിൻ്റെ ഒരു -5 ഒരു ഗ്രേ സ്കെയിലിലേക്കാണ് നമ്മൾ എടുക്കുക. ഇനി നമ്മൾ ഹെയറിൻ്റെ പോർഷനിൽ കളർ സെലക്ട് ചെയ്തു. ഒരു ബ്രൗൺ കളർ ഫിക്സ് ചെയ്യുക. നമ്മൾ ഹെയറിൻ്റെ ഏരിയ ഫുള്ള് ഫില്ല് ചെയ്യുക. സോ അതൊരു പ്രത്യേക ഒരു സെപ്പറേറ്റ് ലെയറിലാണ് ഞാൻ ചെയ്യുന്നത്. സോ ഹെയർ ഏകദേശം കഴിഞ്ഞു. ഹെയറിൻ്റെ നമ്മൾ ആ കളർ ഫിക്സ് ചെയ്തു. ഇത് നമ്മളൊന്ന് ട്യൂൺ ചെയ്യണം. ഞാൻ ഫേസിൻ്റെ കളർ കുറച്ചൊന്ന് ട്യൂൺ ചെയ്തിട്ട് എനിക്ക് വേണ്ടത് കുറച്ചും കൂടെ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് കയറുന്നൊരു കളറിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യാം. കാരണം നമ്മൾ ഹെയർ കളറ് ബാക്കിയുള്ള കളേഴ്സൊക്കെ ഫില്ല് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഫേസിൻ്റെ കളർ എങ്ങനെ ട്യൂൺ ചെയ്യണം എന്നുള്ളത് നമുക്കൊരു പ്ലാൻ കിട്ടും, ഒരു ഐഡിയ കിട്ടുക. സോ അതിനുശേഷം പുതിയ ലെയർ എടുത്തു. ഐബോളിൽ നമുക്കൊരു കളർ ഫിക്സ് ചെയ്യാം. സോ അതിന് ഞാൻ ബ്ലൂ കളർ ഫില്ല് ചെയ്തു. ബ്ലൂ കളർ വെച്ചിട്ട് നമ്മളൊരു ഹൈലൈറ്റ്സ് ഫില്ല് ചെയ്യണം. സോ ഇതെല്ലാം ബേസിക്കാണ്. ഇതൊരു ബേസിക് ഷെയ്ഡ്സാണ്. ഒരു ഡ്രോയിങ്ങിൽ വരേണ്ട ബേസിക് കളേഴ്സ്. ബോഡിയിൽ വരുന്ന ഒരു ബേസിക് കളർ എന്തായിരിക്കും, ഐയിൽ വരേണ്ട ബേസിക് കളേഴ്സ് എന്തായിരിക്കും, ഹെയറിൽ വരേണ്ട ഒരു കളർ എന്താണ്, അതെല്ലാം നമ്മൾ ഫസ്റ്റ് തന്നെ ഫിക്സ് ചെയ്യും. സോ അതിന് ശേഷമാണ് നമ്മൾ ഹൈലൈറ്റ്സും ഷാഡോസും എല്ലാം വർക്കൗട്ട് ചെയ്യുക. സോ ദെൻ ഞാൻ ആ ബേസിക് കളേഴ്സ് കൊടുത്ത് എല്ലാ ലെയേഴ്സും കൂടെ മെർജ് ചെയ്ത് ഒറ്റ ലെയറാക്കി. സോ നമുക്ക് ഫേസ്, ഹെയർ എല്ലാം കൂടെ ഒരു ലെയറിൽ കിട്ടി. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ പോർഷനിൽ നെക്കിൽ ഞാനൊരു യെല്ലോ കളേഴ്സ് ഫില്ല് ചെയ്യാണ്. സോ ഡ്രസ്സിൻ്റെ ഏരിയയിൽ യെല്ലോ ഫില്ല് ചെയ്യുക. ടീഷർട്ടിൻ്റെ ബോയുടെ ഏരിയയിൽ റെഡാണ് പ്ലാൻ ചെയ്യുന്നത്. സോ റെഡ് കളർ സെലക്ട് ചെയ്യുക. റെഡ് കളർ ഫില്ല് ചെയ്യുക. എപ്പോഴും ബോയ്സിനൊക്കെ ഈ നോർമൽ കളേഴ്സിനേക്കാളും ഇഷ്ടപ്പെടുന്ന ഇത്തിരി കൂടെ ബ്രൈറ്റ് കളേഴ്സും കുറച്ചും കൂടെ ഒരു നന്നായിട്ട് വിസിബിലിറ്റി ഉള്ള കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു അപ്പിയറൻസ് കിട്ടും. ഇപ്പോൾ സ്കൂൾ ബോയുടെ അപ്പിയറൻസ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അവൻ ചൂസ് ചെയ്യുന്ന കളേഴ്സ് ചിലപ്പോൾ ഇത്തിരി കൂടെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ റെഡും യെല്ലോയും ചൂസ് ചെയ്യുന്നത്. സോ ബേസിക് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഫേസ് കഴിഞ്ഞു. നമ്മൾ ഹെഡ് ഏകദേശം ബേസിക് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ഷാഡോസിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഷാഡോസും ഹൈലൈറ്റ്സും അതിനൊരു ലെയർ ഓപ്പൺ ചെയ്തു. ഷാഡോസ് എന്നുള്ളൊരു സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. സോ അതിൻ്റെ ബേസിക് ഐഡിയ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ലൈറ്റ് അവിടെ നിന്ന് ഫോളോ ചെയ്യുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ എങ്ങനെ ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഷാഡോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ അത് ഫോളോ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്തവർക്ക് ഈസി ആയിട്ട് ഇത് കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് ലൈറ്റ് ഫോളോ ചെയ്യുന്നത്, എവിടെയായിരിക്കും ലൈറ്റ് ഫോളോ ചെയ്യുന്നതിനെക്കുറിച്ച്. സോ നമ്മളൊരു പുതിയ ലെയർ എടുത്തു. സോ ആ ലെയർ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു റൈറ്റ് ഏരിയ ഇവിടെയാണ് നമ്മൾ ഷാഡോസ് ഫിക്സ് ചെയ്യുക. ഷാഡോസ് അവിടെ വരേണ്ടത്. കാരണം ഞാൻ ചൂസ് ചെയ്യുന്ന ലൈറ്റ് ഡയറക്ഷൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഡയറക്ഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡയറക്ഷനിലാണ് ലൈറ്റ് വരുന്നത്. ലൈറ്റ് വരുമ്പോൾ ലൈറ്റ് ഫോളോ ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ടോപ്പ്, നോസ്, നമ്മുടെ ചിന്ന്, ലിപ്പിൻ്റെ അപ്പർ ലിപ്പൊക്കെ ഇല്ല. സോ അവിടെയൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ലൈറ്റ് ഫോളോ ചെയ്യാൻ ചാൻസ് ആയിട്ടുള്ളത്. സോ അത് നമ്മുടെ ഫേസിൽ നിന്ന് പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസാണ്. സോ അതിനുവേണ്ടി ലെയർ എടുത്തു. ഞാൻ ആ ലെയർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ശേഷം നമ്മൾ ഷാഡോസിന് ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന ഷാഡോസിന് എപ്പോഴും ഒരു ബ്ലൂയിഷ് ടിൻ്റ് ആയിരിക്കും. സോ മൾട്ടിപ്ലൈ കൊടുത്തു. ആ ഒരു ലെയറിൽ നമ്മൾ ഷാഡോസിൻ്റെ ബ്ലൂ കളർ എടുത്ത് നമ്മൾ ഷാഡോസ് ഫില്ല് ചെയ്തു. സോ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഷാഡോസ് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സോ ഫസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷാഡോസ് ഒന്നും ആർക്കും കിട്ടിയെന്ന് വരത്തില്ല. സോ അത് നമ്മൾ എത്ര പ്രാവശ്യം വരയ്ക്കുന്നോ അതിനനുസരിച്ച് വരച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ റിയാലിറ്റിയിലേക്ക് കുറച്ചും കൂടെ ക്ലോസ് ടു റിയാലിറ്റി ആ റേഞ്ചിലേക്ക് എത്തും. സോ വരയ്ക്കുക, ഷാഡോസ് എങ്ങനെ ഫോളോ ചെയ്ത് നോക്കുക.
സോ ഇത് ബോഡിയിലേക്കുള്ള ഷാഡോസ് നമ്മൾ ഫിക്സ് ചെയ്യുക. സോ നെക്കിൻ്റെ ഏറ്റവും നെക്കും ഹെഡുമായിട്ടുള്ള കണക്ഷനിലെ ഷാഡോസ് ഇത്തിരി കൂടുതലായിരിക്കും. സോ ആ റേഞ്ചിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു ഡെൻസിറ്റി കൂടിയ ഷാഡോസ് അവിടെ ഫിൽ ചെയ്യുക. സോ നെക്കും ഫേസും സെപ്പറേഷൻ നമുക്ക് ഫീൽ ചെയ്യും. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഷാഡോസിൻ്റെ ലെയർ എന്തിനാണ് മൾട്ടിപ്ലൈ ബ്ലെൻഡിങ് ഓപ്ഷൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി കൊടുത്ത ബേസ് കളറിൽ, നമ്മൾ ബോഡിക്ക് കൊടുത്ത ബേസ് കളറിനെ അതുപോലെ കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ഷാഡോസ് ആണല്ലോ. സോ അത് രണ്ടും ബ്ലെൻഡ് ചെയ്യും. നമ്മൾ അടിയിലുള്ള നമ്മൾ കൊടുത്ത ബേസ് ആയിട്ടുള്ള കളേഴ്സ് കാണുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഷാഡോ വിസിബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ യൂസ് ചെയ്യുന്നത്. സോ പെട്ടെന്ന് നമുക്കൊന്ന് ഷാഡോ ഫിക്സ് ചെയ്യാം. സോ റൈറ്റ് സൈഡ് ചിന്നിൻ്റെ പോർഷനുള്ള നമ്മൾ ഷാഡോ ഫിക്സ് ചെയ്തു. ഇനി അടുത്ത് വരുന്ന നമ്മുടെ നോസ്, നമ്മുടെ ഐയുടെ റേഞ്ച്, ഇവിടേക്കാണ് ഷാഡോസ് വരുന്നത്. സോ നമ്മൾ നോസിൻ്റെ ഷാഡോസ് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഷാഡോസും ഹൈലൈറ്റ്സും കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മുടെ ഫേസിൻ്റെ ഏത് പോർഷനാണോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, ഫേസിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ ഏരിയയെല്ലാം പ്രൊജക്റ്റ് ചെയ്തിടണം. സോ അതായത് ഫേസിൻ്റെ പ്രൊജക്റ്റഡ് പോർഷനാണ് നമ്മുടെ നോസൊക്കെ. സോ നോസിൻ്റെ പോർഷനൊക്കെ നമ്മൾ കുറച്ചും കൂടെ പ്രൊജക്ഷൻ അറിയണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഷാഡോസ് നമ്മൾ ഫിക്സ് ചെയ്യണം. സോ നമ്മൾ ഷാഡോ ഒന്ന് ഫോളോ ചെയ്യുന്നു. നോസിൻ്റെ ഡൗൺ പോർഷനിൽ നമുക്ക് കുറച്ച് ഷാഡോസ് ഉണ്ടാവും. ലൈറ്റ് അടിച്ചതിന് ശേഷം ഫേസിലേക്ക് ഫോളോ ചെയ്ത് നിൽക്കുന്നൊരു ഷാഡോ അവിടെ ഉണ്ടാവും. സോ അത് ഫിക്സ് ചെയ്യുക. സോ ഹെയറിൻ്റെ ഏരിയയിൽ കുറച്ച് ഷാഡോസ് ഉണ്ടാവും. ഇതാണ് നമ്മൾ ഐയുടെ അപ്പർ പോർഷനിൽ നമ്മൾ കേർവ്ഡ് ആയിട്ടുള്ള ഏരിയയിലെല്ലാം നമ്മൾ ഷാഡോസ് ഫിക്സ് ചെയ്യുക. സോ ഇത് ഡ്രോയിങ് മാറ്റ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ പെയിൻറ്റിങ് നമ്മൾ പേപ്പർ വർക്കിൽ നിന്ന് ഡിജിറ്റലായി മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാറ്റ് പെയിൻറ്റിങ് കാലിബർ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പേപ്പേഴ്സ് വർക്കും കൂടെ കോഡ് ചെയ്യണം. സോ പേപ്പറിൽ വരച്ച് പഠിക്കണം എങ്ങനെയാണ് ഹൈലൈറ്റ്സ്, ഷാഡോസ് അതെല്ലാം എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡിജിറ്റൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു മാറ്റ് പെയിൻറ്റിങ് ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് വരച്ച നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഔട്ട്ലൈൻ ലെയർ ഇവിടെ തന്നെ ഉണ്ട്. സോ അതിൻ്റെ ഒരു ഒപ്പാസിറ്റി നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാം. ഒപ്പാസിറ്റി കുറച്ചും കൂടെ ഒന്ന് വിസിബിലിറ്റി ആക്കാം. സോ ആ ബേസിക് ഷേപ്പ്, നമ്മൾ വരച്ച ഷേപ്പ് എല്ലാം ബേസിക് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. സോ അതിൻ്റെ കൂടെ തന്നെ ഒരു റീടച്ചും കൂടെ ചെയ്യാം. അത് ലിപ്പിൻ്റെ ഏരിയയൊക്കെ നമുക്ക് കുറച്ചും കൂടെ സ്മൈലാക്കണം, കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്കൊന്ന് വരച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. സോ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഫേസിൻ്റെ ഷാഡോസ് ഫിക്സ് ചെയ്തു. സോ ഒരു മിഡ് ടോൺ നമുക്കെല്ലാം കിട്ടി. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഹൈലൈറ്റ്സ് വർക്കൗട്ട് ചെയ്യാം. സോ അതിനുവേണ്ടി ഒരു ലെയർ ഓൺ ചെയ്തു, പുതിയൊരു ലെയർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. സോ ദെൻ നമ്മൾ ഫേസിൻ്റെ കളർ പിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം കൊടുത്ത ബേസ് കളറിൻ്റെ പിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ബ്രൈറ്റ് വാല്യൂയിലേക്ക് കൊടുക്കുക. അതിൻ്റെ ബ്രൈറ്റ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾക്ക് എൻ്റെ കളർ പാലറ്റ് കാണാൻ പറ്റത്തില്ല, അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. സോ കളർ പാലറ്റിൽ ഞാനിപ്പോൾ ഫേസിൻ്റെ ബേസിക് ടോണിൽ നിന്ന് കുറച്ചും കൂടെ ബ്രൈറ്റഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. സോ ദെൻ ഞാൻ ഒപ്പാസിറ്റി, നമ്മുടെ ബ്രഷിൻ്റെ ഒപ്പാസിറ്റി കുറച്ചും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്തു, കുറച്ചും ചെറുതാക്കി. അതിനുശേഷം നമ്മൾ ഫേസിൻ്റെ നോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നോസാണ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന ഒരു പോർഷൻ. സോ നമ്മൾ നോസിൻ്റെ ഹൈലൈറ്റ്സ് ഫിക്സ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഹൈലൈറ്റ്സ് കൊടുക്കുക. സോ നോസിൻ്റെ ഒരു ഹൈലൈറ്റ്സ് കൊടുത്തപ്പോൾ തന്നെ നോസ് നമ്മൾ ഫേസിൽ നിന്ന് കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്ന ഒരു ലുക്ക് കിട്ടും. സോ അതുപോലെ തന്നെ നമ്മൾ നോസിൽ, ചിന്നിൽ, ലിപ്പിൽ ഇതെല്ലാം അപ്ലൈ ചെയ്യണം. സോ ഇത് ആദ്യം നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഹൈലൈറ്റ്സ് ശരിയാവണമെന്നില്ല, കുറച്ച് ഷേപ്പുകൾ മാറിപ്പോയി എന്നൊക്കെ ആയിരിക്കും. സോ അത് നമ്മൾ വീണ്ടും നമ്മൾ ഇറേസ് ചെയ്ത് നമ്മൾ വീണ്ടും വരച്ച് നോക്കുക. സോ അതാണ് ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ
ഒരു ഗുണം എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പല പല ലെയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ലെയേഴ്സ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയോ, ഇറേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈമിൽ നമ്മൾ വർക്ക് ചെയ്ത് നോക്കുക. ചിഹ്നം വർക്ക് ചെയ്തു. സോ ചിഹ്നിലെ കുറച്ച് ഹൈലൈറ്റ്സ് ഉള്ളത് ഞാൻ വർക്ക് ചെയ്ത് നോക്കാം, ഇതെങ്ങനെ വർക്കൗട്ട് ആവും നോക്കാം. സോ ചിഹ്നം വർക്കൗട്ട് ചെയ്യാം. സോ ലിപ്പിൻ്റെ കുറച്ച് പോർഷനിൽ നമുക്ക് ഹൈലൈറ്റ്സ് ആഡ് ചെയ്യണം. സോ ലിപ്പിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ ഹൈലൈറ്റ്സ് ചെയ്തു. സോ അതുപോലെ തന്നെ ഐയുടെ അപ്പർ ഏരിയ, സോ അത് പ്രൊജക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു ഏരിയ ആണ്. സോ അതിന് നമ്മളൊന്ന് ഹൈലൈറ്റ്സ് കൊടുത്തു. സോ അതിൻ്റെ മുകളിലുള്ള പോർഷന് നമുക്ക് കുറച്ചൊരു ഹൈലൈറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. സോ ബേസിക്കലി പ്രൊജക്റ്റ് ചെയ്യേണ്ട ഏരിയകൾക്കെല്ലാം നമ്മൾ ഹൈലൈറ്റ്സ് ഫിക്സ് ചെയ്യുക, ഹൈലൈറ്റ്സ് കൊടുക്കുക. സോ അത് ആ ഏരിയയിലെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് വരും. സോ ഇപ്പോൾ ഏകദേശം ഈ ഡ്രോയിങ് നമുക്കൊരു ഷെയ്ഡിങ്ങും നമ്മൾ ഷാഡോസും ഹൈലൈറ്റ്സും നമ്മളായിട്ടുണ്ട്. ഓക്കെ. സോ നമ്മളിനി അടുത്ത് നമ്മൾ ഹെയറിൻ്റെ പോർഷനിൽ നമുക്ക് ഷാഡോസ് ഫിക്സ് ചെയ്യാം. സോ ഹെയറിൻ്റെ ഏരിയയിൽ എങ്ങനെ ഷാഡോ തന്നെ നോക്കാം. സോ അതിനായിട്ട് നമ്മൾ നേരത്തെ ഫേസ് കൊടുത്ത അതേ ഷാഡോസിൻ്റെ അതേ ലെയർ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ലെയർ ഉണ്ടല്ലോ, ആ ലെയർ തന്നെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. സോ അവിടെ നമുക്ക് നമ്മുടെ ഷാഡോസ് കൊടുക്കാം. സോ ഈ ഏരിയയിലേക്കായിരിക്കും ഷാഡോ വരിക. സോ നമ്മൾ ആ ഒരു ഏരിയ മാത്രം നമ്മൾ ഷാഡോസ് എല്ലാം ഫിക്സ് ചെയ്യുക. സോ ബേസിക്കലി നിങ്ങൾ ലെഫ്റ്റ് സൈഡിലുള്ള ചെറിയ കളർ ബോക്സിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഏത് ബ്ലൂ കളറിന് യൂസ് ചെയ്യുന്നുള്ളത്. ഏകദേശം നമ്മുടെ ഐബോളിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടല്ലോ, സോ അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഷാഡോസിന് യൂസ് ചെയ്തത്. സോ അത് മൾട്ടിപ്ലൈ ആയതുകൊണ്ടാണ് ഇതൊരു ഗ്രേ ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാനിപ്പോൾ ഒരു ഹെയറിൻ്റെ ഏകദേശം ഒരു ഷാഡോ ഒക്കെ ഫിക്സ് ചെയ്തു, എങ്ങനെയാണ് വരേണ്ടത് ആ റേഞ്ചിലുള്ള ഷാഡോസ് എല്ലാം ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു പുതിയ ലെയർ ഓൺ ചെയ്തു. ഹെയറിൻ്റെ ബേസ് കളർ നമ്മൾ സെലക്ട് ചെയ്തു. അതായത് ഫേസിൽ നമ്മൾ എങ്ങനെയാണോ ഹൈലൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ നമ്മൾ ഹൈലൈറ്റ്സ് അങ്ങനെയാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഹെയറിൻ്റെ ബേസിക് കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഒരു ബ്രൈറ്റഡ് ഏരിയ, സോ ആ കളേഴ്സിൻ്റെ ബ്രൈറ്റ് ഏരിയ സെലക്ട് ചെയ്തിട്ട് അത് ഹൈലൈറ്റ്സ് ആയിട്ട് ഫിക്സ് ചെയ്യാം. സോ പുതിയ ലെയർ എടുത്തു, ആ ബ്രൈറ്റ് കളേഴ്സ് നമുക്കവിടെ ഹൈലൈറ്റ്സ് ആയിട്ട് വരയ്ക്കുക. സോ ഹെയറെല്ലാം ഒരു വൺ ഡയറക്ഷനിലായിരിക്കും നമ്മൾ വരയ്ക്കുക. സോ ഇത് വാക്യൂം പെന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഗുണം ഇവിടേക്കാണ് നമുക്ക് മനസ്സിലാവുക. കറക്റ്റായിട്ട് എങ്ങനെ നമുക്കൊരു ഫ്ലോയിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഹെയറിൻ്റെ ഒക്കെ ഒരു ഷേപ്പും ആ ഫ്ലോയൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും വാക്യൂം പെൻ യൂസ് ചെയ്ത് പഠിക്കുക. സോ ഇത്രയും കൂടെ പ്രൊഫഷണലാണ്, കുറച്ചും കൂടെ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡാണ്. നിങ്ങൾ ഏത് കമ്പനിയിൽ പോയി വർക്ക് ചെയ്താലും അവിടെ ഇപ്പോൾ വാക്യൂം പെന്നും കാര്യങ്ങളൊക്കെ ടാബ്ലറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യും. സോ ആദ്യം എടുത്തത് ഞാൻ ബ്രഷിൻ്റെ സൈസ് കുറച്ച് വലുതാണെങ്കിൽ പിന്നീട് ഞാൻ എടുത്തത് ബ്രഷിൻ്റെ സൈസ് അതേ കളേഴ്സിൽ അതേ കളറുള്ള ബ്രഷിൻ്റെ സൈസ് ഇത്തിരി കുറയ്ക്കുക, സൈസ് മൈനസ് ചെയ്യുക. സോ നമ്മൾ ഇത്തിരി കൂടെ ഹെയറിൻ്റെ ഓരോരോ ലൈൻസ് പോലെ ഓരോരോ ഹെയറിൻ്റെ ലൈൻ എടുക്കുന്ന പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ അതിന് ബ്രഷിൻ്റെ സൈസ് കുറയ്ക്കുക. വീണ്ടും നമ്മൾ ഹൈലൈറ്റ്സ് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഹൈലൈറ്റ്സ് വർക്കൗട്ട് ചെയ്യും, വരച്ച് നോക്കുക. സോ ഓരോരോ ലെയറിൻ്റെ ഓരോ ഹൈലൈറ്റ്സ് നമുക്ക് കിട്ടും. സോ ഹൈലൈറ്റ്സും ഷാഡോസും എത്ര നിങ്ങൾ വർക്ക് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. സോ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുക, കൂടുതൽ ഹൈലൈറ്റ്സിൽ നോക്കുക. നിങ്ങൾ ഹെയറിൻ്റെയൊക്കെ ആണെങ്കിൽ കൂടുതൽ റെഫറൻസുകൾ കാണുക, ഫോട്ടോസുകൾ എങ്ങനെ വരച്ചേക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒറിജിനൽ ഫോട്ടോസ് എടുക്കുക, അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. സാധാരണ ഞാൻ ഫോട്ടോ വരയ്ക്കുന്നതൊക്കെ നമ്മൾ ഒറിജിനൽ ഫോട്ടോസ് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ക്യാമറയിൽ നിന്ന് ഫോട്ടോസ് എടുക്കും. സോ ഓരോ ചെറിയ ചെറിയ പോർഷൻസോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സോ അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും. സോ നമ്മൾ ഇത്രയും കൂടെ ഷെയ്ഡിങ് കാര്യങ്ങൾ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. സോ നമ്മൾ ഹൈലൈറ്റ്സ് ഹെഡിൻ്റെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഷാഡോസ്, അതായത് കുറച്ചും കൂടെ ഡാർക്ക് ഏരിയ നമ്മുടെ ഹെയറിൻ്റെ കളർ പിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡാർക്ക് കളർ ഫിക്സ് ചെയ്തിട്ട് സോ അതിനെ നമ്മൾ ഓരോരോ പോർഷനായിട്ട് നമ്മൾ വരയ്ക്കും. സോ നമുക്ക് സെപ്പറേഷൻ കിട്ടും. ഒരു ലെയറിൻ്റെ മുകളിൽ കൂടെ അടുത്ത ഹെയർ നിൽക്കുന്നു, അങ്ങനെയുള്ള കുറേ സെപ്പറേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. സോ ആ സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഷാഡോസും ഹൈലൈറ്റ്സും വെച്ചിട്ടാണ്.
സോ ഇനി നമ്മൾ വരച്ച ഏരിയയിൽ കുറച്ചും കൂടെ ഡാർക്ക് ഏരിയ ഒക്കെ ഫിക്സ് ചെയ്യുക. ലിപ്പിൻ്റെ ഏരിയയിൽ കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക്നെസ് ഫിക്സ് ചെയ്യുക. സോ അത് കുറച്ചും കൂടെ വിസിബിലിറ്റി ഉണ്ടാവും. ലിപ്പിൻ്റെ കുറച്ചും കൂടെ ഷേപ്പിൽ കുറച്ചും കൂടെ വിസിബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഐ, ഇയേഴ്സ്, നമ്മുടെ നെക്കിൻ്റെ ടോപ്പ് വ്യൂ, ഈ റേഞ്ചിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യണം. സോ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ഹൈലൈറ്റ്സും എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. കുറച്ചും കൂടെ നമ്മൾ ഹൈലൈറ്റ്സ്, നമ്മൾ ഫേസിൻ്റെ ഹൈലൈറ്റ്സുകൾ കുറച്ചും കൂടെ റിഫ്ലക്റ്റ് ആയിട്ടുള്ള കുറച്ച് എഫക്റ്റുകൾ അതങ്ങനെ കൊടുക്കും. സോ നമ്മൾ നോസ് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. നമുക്ക് നോസിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ടുള്ള കുറച്ച് ഹൈലൈറ്റ്സ് നമ്മളവിടെ ഇതും കൂടെ കൂടുതൽ കൊടുത്തു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ അതുപോലെ നമ്മുടെ ഐയുടെ ഏരിയ, 2 ഐയുടെ ഏരിയ, ടോപ്പ് ഏരിയ, നമ്മുടെ ഐബോളിൻ്റെ അകത്തുള്ള റിഫ്ലക്ഷൻസ്, നമ്മുടെ റെറ്റിനയുടെ അകത്തുള്ള റിഫ്ലക്ഷൻസ്, ഈ സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ വർക്കൗട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഫേസിൻ്റെ സ്ട്രക്ചർ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. സോ അതിന് ഹൈലൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നു. സോ ഇവിടെ നമുക്ക് കുറച്ച് ഹൈലൈറ്റ്സ് നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ നോസിൻ്റെ ഏരിയ ഫുള്ള് നമ്മൾ ഹൈലൈറ്റ്സ് ആഡ് ചെയ്തു. ലിപ്പിൻ്റെ നമുക്കൊന്ന് ട്രൈ നോക്കാം, ലിപ്പിൻ്റെ എങ്ങനെ കൊടുക്കാൻ പറ്റും നോക്കാം. സോ ലിപ്പിൻ്റെ കുറച്ച് ഏരിയ നമ്മളൊന്ന് ചെറിയൊരു ഹൈലൈറ്റ്സ് നമ്മളവിടെ അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ ചിന്നിൻ്റെ കുറച്ച് ഏരിയയിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു റോസ് ഒരു ഷെയ്ഡ് എനിക്ക് വേണം തോന്നി. കുറച്ച് ചിന്നിൻ്റെ കുറച്ചൊന്ന് ബ്ലഷ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഫിറ്റ് കൊണ്ടുവരാനായിട്ട്. സോ അതിന് നമുക്ക് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് നമുക്ക് എടുത്ത് പിങ്ക് ഷെയ്ഡ് നമ്മൾ നമ്മുടെ നോസിൻ്റെ പോർഷനിൽ, നമ്മുടെ കവിളിൽ, ചിന്നിൽ, സോ ആ റേഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ നോക്കി കുറച്ചും കൂടി ക്യൂട്ടായിട്ട് നമുക്കൊരു ക്യാരക്ടറിൻ്റെ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട്.
സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ എഫക്ട്സുകൾ നമുക്കിനി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിന് പുതിയ ലെയർ എടുക്കാൻ നമ്മൾ ഈ പറയുന്ന പോലെ പിങ്ക് ഷെയ്ഡ് നമ്മൾ ബ്രഷിൻ്റെ ഒപ്പാസിറ്റി തീരെ കുറച്ചിട്ടിട്ട് ഒന്ന് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി അത് ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് നമ്മളവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. സോ ഹൈലൈറ്റ് വരുന്ന ഏരിയയിൽ ഞാൻ കുറച്ച് പിങ്കിഷ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യും. ഇനി നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു മെയിൻ ഏരിയ വെച്ചാൽ നമ്മുടെ ഐ ആണ്. സോ ഐയുടെ കുറച്ച് ഹൈലൈറ്റ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യാം. സോ ആ റെറ്റിനയുടെ കുറച്ച് ഷേപ്പുകൾ നമ്മൾ ഹൈലൈറ്റ്സുകൾ ഷെയ്ഡ്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് റിഫ്ലക്ഷൻസ് ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സോ അതിന് ഒരു ഷെയ്ഡ്സ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റ്സ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ആ ബ്ലൂ ഏരിയയുടെ തന്നെ ബ്ലൂ കളറിൻ്റെ തന്നെ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ട് കുറച്ചും കൂടെ കൂടിയായിട്ടുള്ള ബ്ലൂ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഹൈലൈറ്റ്സ് ഫിക്സ് ചെയ്യും. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമുക്ക് ലൈറ്റ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഹൈലൈറ്റ് നമ്മളൊരു ഏരിയ നമുക്ക് അവിടെ നിന്ന് കൊടുത്തു. സോ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടി നമ്മൾ റിഫ്ലക്ഷൻസ് കുറച്ച് ആഡ് ചെയ്യണം. സോ അതിന് നമുക്കൊരു വൈറ്റ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റിഫ്ലക്ഷന് വേണ്ടി സോ നമുക്ക് വൈറ്റ് കളേഴ്സ് നമുക്ക് യൂസ് ചെയ്ത് റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. സോ വൈറ്റ് കളർ നമ്മൾ എടുത്തു. വൈറ്റ് കളർ എടുത്ത് നമ്മൾ ഐയുടെ റിഫ്ലക്ഷൻ ഐയുടെ ടോപ്പിൻ്റെ ആ റേഞ്ചിലുള്ള റിഫ്ലക്ഷൻസ് ഫിക്സ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ലൈഫ് വരും. നമ്മുടെ ഐയുടെ കുറച്ചും കൂടെ ഒന്ന് ലൈഫ് ഉണ്ടാവും. അതുപോലെ കുറച്ചും കൂടെ ഒന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് നമുക്ക് റിഫ്ലക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇത് നമ്മളിതിനൊരു ഒരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ നമുക്കൊരു ബാക്ക് ലൈറ്റ് ഫിക്സ് ചെയ്യാം. സോ അതിനു വേണ്ടി ഞാനൊരു സോഴ്സ് ബാക്ക് ലൈറ്റിൽ നിന്ന് ഈ റേഞ്ചിലാണ് നമ്മൾ ബാക്ക് ലൈറ്റ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അവിടെ നിന്ന് ഒരു ബാക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ലൈറ്റുകൾ ഫോൾ ചെയ്യും എന്നുള്ള സാധനം കൊടുക്കുക. സോ അങ്ങനത്തെ ഒരു എഫക്റ്റ് വരുമ്പോൾ എന്തായിരിക്കും ചേഞ്ച് എന്നുള്ളത് നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാവുക. അതായത് നമ്മൾ സാധാരണ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നവർക്കറിയാം. സോ ബാക്ക് ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത. സോ നമ്മളത് ബാക്ക് ലൈറ്റ്സ് എപ്പോഴും നമ്മളെ ഒബ്ജക്റ്റിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇത്തിരി കൂടെ സെപ്പറേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നമ്മളെ ഇത്തിരി കൂടെ ബൂസ്റ്റ് ചെയ്ത് കാണാനുള്ളൊരു ഇതുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ബാക്ക് ലൈറ്റ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇയേഴ്സിൽ ചിന്നിൽ റേഞ്ചിലൊക്കെ ഒരു കീ ലൈറ്റ് പോലെ ചെറിയൊരു റിം ലൈറ്റ് നിൽക്കുന്ന പോലെ ചെറിയൊരു ലൈറ്റ് മാത്രം നമുക്ക് ഫിക്സ് ചെയ്യാം.
സോ ഒരു മാറ്റ് പെയിൻറ്റിങ് ആർട്ടിസ്റ്റും ഒരു ഫോട്ടോഗ്രാഫറും വളരെ അടുത്ത ഒരു വിഷനുള്ള ആൾക്കാരായിരിക്കും. സോ അവരുടെ പെർസ്പെക്റ്റീവും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം സെയിം ആയിരിക്കും. സോ ഒരു ഫോട്ടോഗ്രാഫർ ലൈറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു മാറ്റ് പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ലൈറ്റപ്പും കാര്യങ്ങളും പെർസ്പെക്റ്റീവും അവരുടെ ഫ്രെയിമിങ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം മനസ്സിലായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ മാറ്റ് പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, മാറ്റ് പെയിൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ഫോട്ടോഗ്രാഫറും കൂടെയാണ്. അവർ നമ്മൾ അതുപോലെയുള്ള ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്കും കൂടെ പോകുന്നത് നല്ലതായിരിക്കും. കുറച്ചും കൂടെ നല്ല ഫോട്ടോസ് എടുക്കുക, കുറച്ചും കൂടെ ലേഔട്ടുകൾ അറേഞ്ച് ചെയ്യാൻ പഠിക്കുക, കുറച്ചും ലൈറ്റപ്പ് ചെയ്യാൻ പഠിക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രോയിങ്സിനും അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഡ്രോയിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സോ അതിൻ്റെ ബാക്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒരു കളർ ഫില്ല് ചെയ്യാം. സോ ഏത് കളർ വേണം എന്നുള്ളത് ഫിക്സ് ചെയ്യണം. സോ ഞാനൊരു ബ്ലൂ കളർ യൂസ് ചെയ്യുന്നത്. സോ ബാക്കിലൊരു ഗ്രേയിൽ നിന്ന് മാറിയിട്ട് ഒരു കളർ ഫില്ല് ചെയ്യാനുള്ളതായിട്ട്. ഓക്കെ, സോ ഏകദേശം നമ്മുടെ ഡ്രോയിങ് എല്ലാം കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു സ്കൂൾ ബോയുടെ ഫേസ് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഹൈലൈറ്റ്സും ഷാഡോസും എല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ ഫോട്ടോസ് എടുക്കുക, ഫോട്ടോസ് റെഫറൻസ് ചെയ്യുക. സോ അത് വെച്ചിട്ടുള്ള ഡ്രോയിങ്സ് ചെയ്യാൻ നോക്കുക. സോ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുക, എങ്ങനെയാണ് ഹൈലൈറ്റ്സും ഷാഡോസും ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുക. സോ ഈ ഒരു ലെസൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി നല്ലൊരു എപ്പിസോഡായിട്ട്, നല്ലൊരു ലെസൺസ് ആയിട്ട് ഇനിയും വരുന്നുണ്ട്, ഇനി നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ കൂടുതലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. നല്ലൊരു മാറ്റ് പെയിൻറ്റിങ് ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റും. ഇതിൽ നല്ല വലിയ സീനുകളും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യുന്ന എങ്ങനെയുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. സിനിമയുടെ സീനുകളൊക്കെ എങ്ങനെയാണ് മാറ്റ് പെയിൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽസൊക്കെ വരുന്നുണ്ട്. സോ ബൈ ഗൈസ്.